നിങ്ങൾ വാട്സപ്പിൻ്റെ പരിമിതികൾ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ചാറ്റ് എന്ന ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് നമുക്ക് വാട്സപ്പ് പോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഗൂഗിളിൻ്റെ ചാറ്റ് ആപ്ലിക്കേഷനാണ്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, വാട്സപ്പ് പോലെ ഫോൺ നമ്പർ ആവശ്യമില്ല. രണ്ടാമത്തെ പ്രയോജനം, ഇതിനായിട്ട് സ്റ്റോറേജ് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം വാട്സപ്പ് നമ്മുടെ വലിയൊരു ശതമാനം മെമ്മറി സ്പേസ് കളയുന്നുണ്ട്. എന്നാൽ ഗൂഗിൾ ചാറ്റ് അങ്ങനെയല്ല. നിങ്ങളുടെ ഫോൺ മെമ്മറി ഇത് ഉപയോഗിക്കില്ല. ഇത് ക്ലൗഡ് സ്റ്റോറേജിലാണ് നിങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ച് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 1 MB പോലും നഷ്ടപ്പെടില്ല. മൂന്നാമത്തെ പ്രയോജനം, വാട്സപ്പ് പോലെ നമ്മുടെ ചാറ്റുകൾ നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മൾ പുതിയ ഫോൺ വാങ്ങുമ്പോൾ ബാക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ വാട്സപ്പ് ചാറ്റുകളൊന്നും ലഭിക്കില്ല. എന്നാൽ ഗൂഗിൾ ചാറ്റ് അങ്ങനെയല്ല. നിങ്ങളുടെ ചാറ്റ് ഒരിക്കലും നഷ്ടപ്പെടില്ല. നിങ്ങൾ എത്ര പുതിയ ഫോൺ വാങ്ങിയാലും നിങ്ങളുടെ Gmail ID ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് നിലവിലുള്ള എല്ലാ ചാറ്റുകളും തിരിച്ച് ലഭിക്കുന്നതാണ്. നാലാമത്തെ പ്രയോജനം, ഇത് വാട്സപ്പിനേക്കാൾ 10 മടങ്ങ് സുരക്ഷിതമാണ്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ മറ്റു മാർഗ്ഗങ്ങളിലൂടെയോ ഒന്നും നിങ്ങളുടെ ചാറ്റ് മറ്റൊരാൾക്ക് ഒരു തരത്തിലും കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇങ്ങനെ ഒരുപാട് പ്രയോജനങ്ങൾ ഗൂഗിൾ ചാറ്റ് എന്ന ആപ്ലിക്കേഷനെ കൊണ്ടുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ ചാറ്റ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി ലിങ്ക് വേണമെങ്കിൽ ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ പെർമിഷൻ ചോദിക്കും. അത് നിർബന്ധമായിട്ടും കൊടുക്കണം. നോട്ടിഫിക്കേഷൻ പെർമിഷൻ കൊടുത്താലേ വാട്സപ്പ് പോലെ നമുക്ക് റിംഗ് ടോൺ സഹിതം മെസ്സേജുകൾ വരികയുള്ളൂ. ആദ്യം മനസ്സിലാക്കേണ്ടത്, വാട്സപ്പ് ഒഴിവാക്കി അതിന് പകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനേ അല്ല ഇത്. കാരണം വാട്സപ്പ് ഫോൺ നമ്പർ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഉടനെ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരോടൊക്കെ നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. പുതിയ ഒരാളെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ ഇത് പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല. മെയിൽ ID അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ Gmail ID ഉപയോഗിച്ച് അവരെ കണ്ടെത്തിയിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്ന് ആദ്യം പറഞ്ഞു തരാം. അതിനായി മുകളിൽ സെർച്ച് ഇൻ ചാറ്റ് എന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആരെയാണ് ചാറ്റ് ചെയ്യാൻ ആവശ്യമുള്ളത് ആ ബന്ധുവിൻ്റെയോ സുഹൃത്തിൻ്റെയോ Gmail ID കൃത്യമായി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് അവരുടെ ഓപ്ഷൻ വരുന്നത് കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ അവരുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓണായി കിട്ടുന്നതാണ്. പിന്നെ വാട്സപ്പ് പോലെ ഉടനടി നമുക്ക് മെസ്സേജ് അയച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ആദ്യം ഒരു മെസ്സേജ് അയക്കുക. അവർ അത് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റൂ. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ഹായ് അയച്ചിട്ടുണ്ട്. ഇനി അവർക്ക് മെസ്സേജ് റിക്വസ്റ്റ് പോയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് വാട്സപ്പ് പോലെ തന്നെ പരസ്പരം ചാറ്റ് ചെയ്യാനും കോൾ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തിനാണ് മെസ്സേജ് റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവൻ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവരോട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുവായാലും സുഹൃത്തായാലും അവരോട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ മെസ്സേജ് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറയണം. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഫോണിൽ കാണിക്കുക, അവരെങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഇത് എൻ്റെ സുഹൃത്തിൻ്റെ അക്കൗണ്ടാണ്. അവനിവിടെ താഴെയുള്ള രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇവിടെ മെസ്സേജ് റിക്വസ്റ്റ് വന്ന് കിടക്കുന്നുണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഞാൻ അയച്ച റിക്വസ്റ്റ് ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്തിട്ട് താഴെയുള്ള ആക്സെപ്റ്റ് കൊടുക്കുന്നതോടെ എനിക്കും അവനും വാട്സപ്പിലെ പോലെ തന്നെ ഫോട്ടോ, വീഡിയോ, മെസ്സേജുകൾ എല്ലാ കാര്യങ്ങളും അയക്കാനും വീഡിയോ, ഓഡിയോ കോൾ ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ്. അതായത് വാട്സപ്പ് പോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഒരു വാട്സപ്പിലെ പോലെ ഓഡിയോ മെസ്സേജ് അയക്കുകയാണ്. ആദ്യ തവണ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പെർമിഷൻ ചോദിക്കും. അതൊക്കെ അലോ കൊടുത്താൽ മാത്രം മതി. പിന്നീട് നമുക്ക് വാട്സപ്പ് പോലെ തന്നെ ഓഡിയോ മെസ്സേജും ഫോട്ടോകളും വീഡിയോകളൊക്കെ അയച്ചിട്ട് സാധാരണ പോലെ ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മാത്രമേ ലിസ്റ്റിലുള്ളൂ. നമ്മൾ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനും ഇതെങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ നമ്മുടെ ചാറ്റ് ലിസ്റ്റിലേക്ക് വരും. അപ്പോൾ വാട്സപ്പ് പോലെ തന്നെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വാട്സപ്പ് പോലെ എല്ലാവരെയും ഒരുമിച്ച് കാണിക്കും. നിങ്ങൾക്ക് വാട്സപ്പ് പോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് സുഹൃത്തുക്കളും ബന്ധുക്കളോടൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുക. അവരെയൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.